മാത്സ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് 5 പുതിയ പുസ്തകത്തിലെ ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ചാപ്റ്റർ 4 ഡിവിഷൻ മെത്തേഡ്സ്, മലയാളത്തില് ഹരണ രീതികൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് പുതിയ പുസ്തകത്തിലെ 3 ചാപ്റ്ററുകൾ മാത്സ്യൂള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി തുടർന്ന് ഈ ക്ലാസ്സിലേക്ക് വരിക. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ അത് ഗുണന രീതികളാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് എന്ന 3ാമത്തെ ചാപ്റ്റർ കണ്ടതിന് ശേഷമായിരിക്കണം ഈ വീഡിയോ കാണുന്നത്. കൂടുതൽ മനസ്സിലാക്കാൻ അത് സാധിക്കും. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഡിവിഷൻ മെത്തേഡ്സ് ആണ്, അതായത് ഹരിക്കുന്ന രീതികളാണ്. നമ്മൾ ആകെ 4 ഓപ്പറേഷൻസ്, 4 ക്രിയകളാണ് പഠിക്കുന്നത്. 4 ഓപ്പറേഷൻസ്. അത് ഏതെല്ലാണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ സങ്കലനം കൂട്ടുക എന്നുള്ളത്, വ്യവകലനം കുറക്കുക എന്നുള്ളത്, ഗുണനം നിങ്ങൾക്കറിയാം, ഹരണം. ഇതിൽ പൊതുവെ കുട്ടികൾക്ക് പ്രയാസം തോന്നുന്ന ഒരു ഓപ്പറേഷൻ, ഒരു ക്രിയയാണ് ഏത്? ഹരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ്, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഡിവിഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പ് പറയുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമ്മൾ പഠിച്ച ഭാഗങ്ങളിലെ കാര്യമാണ് പറയുന്നത്. ഇത് വലിയ ബോർഡായതുകൊണ്ട് ഞാൻ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയം ലാഭിക്കാൻ കുറച്ച് കഴിയും. ഓക്കെ, ഇത് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് നോക്കുക. ഇത് മാച്ച് സ്റ്റിക്ക് ആണ്, തീപ്പെട്ടിക്കൊള്ളികളാണ്. എത്ര തീപ്പെട്ടിക്കൊള്ളി ഉണ്ട് നോക്കിയാൽ? 1, 2, 3, 4 ഇതിലുണ്ട്. ഇതിലും 4 ഉണ്ട്, ഇതിലും 4, ഇതിലും 4, ഇതിലും 4. അപ്പൊ എത്ര തീപ്പെട്ടിക്കൊള്ളികൾ ആകെ ഉണ്ടാവും? 1-ല് 4 ഉണ്ട്. അപ്പൊ 5 ലൈൻ ആവുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5, 4. നമുക്ക് കിട്ടുന്നത് 5 × 4 = 20 എന്ന് പറയുന്നതാണ്. ഇത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. അപ്പൊ അറിയുന്ന കാര്യത്തിലേക്കാണ് നമ്മൾ പുതിയ പാഠത്തിലേക്ക്, ലെസണിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഈ 20 ആയിട്ടുള്ള ഈ മാച്ച് സ്റ്റിക്കിന് 20 തീപ്പെട്ടിക്കൊള്ളികളെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഐ ആം ഗോയിങ് ടു പാക്ക്. ഈ 20 മാച്ച് സ്റ്റിക്കിനെ ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻസ് 4 മാച്ച് സ്റ്റിക്ക് ആകുന്ന രീതിയിൽ പാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇതിനെ ഞാൻ 5 പാക്കറ്റിലേക്ക് ഈക്വൽ ആയിട്ട് ചെയ്യുകയാണ്. അതായത് 5 പെട്ടിയിലേക്ക് ഞാൻ ഇതിനെ തുല്യമായിട്ട്, ഈക്വൽ ആയിട്ട് വെക്കുകയാണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നോക്കൂ, ദാ ഇതിനെ ഞാനൊരു ബോക്സിലാക്കി, ഇതിനെ ഞാനൊരു ബോക്സിലാക്കി, ഇതിനെ ഞാനൊരു ബോക്സിലാക്കി, ഇതിനെ ഞാനൊരു ബോക്സിലാക്കി, ഇതിനെയും ഒരു ബോക്സിലാക്കി. നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. ഇപ്പോ ആ 20 മാച്ച് സ്റ്റിക്കിനെ, 20 മാച്ച് സ്റ്റിക്കിനെ ഞാൻ എന്ത് ചെയ്തു? പാക്ക്ഡ് ഇൻറ്റു എത്ര എത്രയിലേക്ക് മാറ്റി? ഇൻറ്റു 5 പാക്സ്, 5 പാക്കറ്റിലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാവും? അപ്പൊ എന്താ വെക്കുക? ഹൗ മെനി മാച്ച് സ്റ്റിക്ക് ഇൻ ഈച്ച് പാക്കറ്റ്? ഓരോ പാക്കറ്റിലും എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ടാകും എന്ന് അറിയുന്നതാണ് നമ്മളുടെ ഈ യൂണിറ്റ്, ഈ ചാപ്റ്റർ. മനസ്സിലായില്ലേ? വലിയൊരു നമ്പറിനെ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ പാക്ക് ചെയ്യുന്നു. അപ്പൊ ഒരു പാക്കില് എത്ര എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്, ആ ഐഡിയ ആണ് ഏതിൽ വരുന്നത്? ഈ ഡിവിഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹരണ രീതികളിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അറിയില്ലെങ്കിലും നിങ്ങൾ പറയും. എങ്ങനെയാണ് ആൻസർ പറയാ? 20 മാച്ച് സ്റ്റിക്ക്, തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? 5 പാക്കറ്റിലേക്കാണ് അതിനെ മാറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന രീതി നിങ്ങൾക്ക് എന്തറിയാം? 5, 4 ആണ് 20 നിങ്ങൾക്ക് അറിയാം. 5, 4, 20 ആയതുകൊണ്ട് അതെന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5, 4, 20 ആയതുകൊണ്ട് നിങ്ങൾ പറയും ഓരോ പാക്കറ്റിലും 4 മാച്ച് സ്റ്റിക്സ് ഉണ്ടാകുമെന്ന്. അതായത് ഓരോ പാക്കിലും 4 തീപ്പെട്ടിക്കൊള്ളികൾ വീതം ഉണ്ടാവുമെന്ന് നിങ്ങൾ പറയും. എങ്ങനെയാ? ഡിവിഷൻ അറിയാതെ തന്നെ പറയും. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾക്കറിയുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെറിയൊരു വേഷം മാറിയിട്ട് ഡിവിഷൻ, ഹരണമായിട്ട് വരുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്കറിയുന്ന എന്താ?
ഹൗ മെനി ടൈംസ് ഓഫ് 5 ഈസ് 20 എന്ന് ഒരാളാ. ഇതാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടോ. ഇതാ ഹൗ മെനി ടൈംസ് ഓഫ് 5 ഈസ് 20 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് പുതിയ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൗ മെനി ടൈംസ് ഓഫ് 5 ഈസ് 20 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും 1 5 5 2 5 10 3 5 15 4 5 20 എന്ന് പറയും അല്ലേ. അപ്പൊ ഹൗ മെനി ടൈംസ് ഓഫ് 5 4 ടൈംസ് നിങ്ങൾ ആൻസർ പറയല്ലോ. കറക്റ്റ് പറയില്ലേ? മലയാളത്തിലാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ചോദിക്കും 5ന്റെ എത്ര മടങ്ങാണ് 20? 5ന്റെ എത്ര മടങ്ങാണ് 20 വരുമ്പോ നിങ്ങൾ 5ന്റെ ഗുണന പട്ടിക ചൊല്ലും. നിങ്ങൾ 1 5 5 2 5 10 3 5 15 4 5 20. അപ്പൊ 5ന്റെ എത്ര മടങ്ങാണ് 20 പറയുമ്പോൾ നിങ്ങൾ പറയും 4 ടൈംസ് 4 മടങ്ങാണെന്ന് നിങ്ങൾ ആൻസർ പറയും. അത് പുതിയ ചാപ്റ്ററിന്റെ പേരിലല്ല, നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യം വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞതിന്റെ ഉത്തരം പറയുന്നത്. നോക്കൂ, അപ്പൊ ഹൗ മെനി ടൈംസ് ഓഫ് 5 ഈസ് 20 എന്ന് പറയുമ്പോ നിങ്ങൾ ആൻസർ പറയും 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചൊല്ലും. അപ്പൊ നിങ്ങൾക്ക് 20 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 4 എന്ന് കിട്ടും. അപ്പൊ അതിനെ തന്നെ വേറൊരു തരത്തിൽ നിങ്ങൾക്ക് ആലോചിക്കാലോ. ഹൗ മെനി ടൈംസ് ഓഫ് 5 ഈസ് 20? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? വാട്ട് നമ്പർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു 5 ടു ഗെറ്റ് 20? അതായത് 5നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോ ഹൗ മെനി ടൈംസ് ഓഫ് 5 ഈസ് 20 എന്ന് പറയുന്നതിന് പകരം മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാനുള്ള വഴി എന്താ? വാട്ട് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 5 ടു ഗെറ്റ് 20? 5നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുക എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതിയില്ലേ. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്തവരാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ടേബിൾ ചൊല്ലുന്നത്. ഓക്കെ, പട്ടിക ചൊല്ലുന്ന ആരാ? 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും. 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ അറിയുന്ന കുട്ടിക്ക് ടേബിൾ ചൊല്ലേണ്ട ആവശ്യമില്ല. 5 into 4 equal to 20 എന്ന് അറിയുന്ന കുട്ടിക്ക് 5ന്റെ ടേബിൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ അർത്ഥം? ഹൗ മെനി ടൈംസ് ഓഫ് 5 ഈസ് 20 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, അതിന്റെ ഉത്തരം വരുന്നത് എന്താ? ആൻസർ വരുന്നത് എന്താ? വാട്ട് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 5 ടു ഗെറ്റ് 20? അപ്പോ ഈ പറഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത്. അതായത് 5നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും എന്ന് പറയുന്ന ആ കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത്. അപ്പൊ 5നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ എത്ര പറയും? 4 എന്ന് പറയും. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4. മലയാളത്തിൽ പറഞ്ഞാല് 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും എന്ന് ചോദിച്ചാല് അതിന്റെ അർത്ഥം എന്താണ് വരുന്നത്? 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 20 കിട്ടും. അപ്പൊ നമുക്കറിയാം 5നെ ഏത്, ഇത് നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. 5നെ ഏത് കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും. അപ്പൊ നമ്മൾ 1 4 2 4 3 4 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? നമുക്ക് ആൻസർ കിട്ടും എത്ര കിട്ടും? ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്തൊക്കെ നമുക്ക് ആൻസർ എത്ര കിട്ടും? 4 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോ ഡിവിഷൻ എന്ന് പറഞ്ഞാല് ഇത് വായിക്കൽ എങ്ങനെയാ? 20 is divided by 5. 20 is divided by 5. Divided by divided by. ഇവിടെ നമ്മൾ എങ്ങനെയാ പറയാ? ഇത് ഇവിടെ നമ്മൾ പറയും 20 ഹരിക്കണം 5. ഇതിനെ വായിക്കുന്ന വാക്കാണ് എന്താണ് വായിക്കുക? ഹരിക്കണം. ഹരിക്കണം. ഇത് വായിക്കല് ഹരിക്കണം. അപ്പൊ ആൻസർ എത്ര കിട്ടും? നമുക്ക് 4 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഒരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ആ നമ്പറിന്റെ മൾട്ടിപ്പിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ എന്തായി? ഡിവൈഡ് ചെയ്യുന്നതിന്റെ ആൻസർ ആയി. അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ 7നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 14 കിട്ടും. 7നെ ഏത് കൊണ്ട് ഗുണിച്ചാൽ അവിടെ ഇൻഡു അല്ലേ ഉള്ളത്? 7നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 14 കിട്ടും എന്നുള്ളതാണ്. എങ്കിൽ അതിന്റെ ഡിവിഷൻ ഭാഷ എന്താ? 14 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു എത്ര എന്നുള്ളതാണ്. 14 ഡിവൈഡഡ് ബൈ 7, വലിയ നമ്പർ ഡിവൈഡഡ് ബൈ ചെറിയ നമ്പർ. ഇവിടെ 2 നമ്പർ അല്ലേ ഉള്ളത്, ഒന്ന് ചെറുത് ഒന്ന് വലുത്. ഓക്കെ, വലിയ നമ്പർ ഡിവൈഡഡ് ബൈ ചെറിയ നമ്പർ. 7നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 14 കിട്ടുക? നമുക്കറിയാം 2. അപ്പൊ 14 ഡിവൈഡഡ് ബൈ 7 എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 2 ആയിരിക്കും കിട്ടുക. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ള ഡിവിഷന്റെ കാര്യം പറയുമ്പോ ഈ 14 ഡിവൈഡഡ് ബൈ 7 എത്ര എന്ന് പറയുമ്പോ 7ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. 7ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്
14 വരുന്നത് എന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ വേറൊന്ന് പറയാം. ഇപ്പൊ 25 ഡിവൈഡഡ് ബൈ 5, 25 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, ഈ 5ന്റെ എത്ര ടൈംസ് ആണ് 25 നോക്കിയാൽ മതി. 5ന്റെ എത്ര ടൈംസ് ആണ് 25? 5 5 25 അല്ലെ? 5 into 5 എത്രയാണ്? 25. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 5 എന്ന് വരും. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറയാം 42 ഡിവൈഡഡ് ബൈ 7. 42 ഡിവൈഡഡ് ബൈ 7 ആണെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആണ് നിങ്ങൾ പറഞ്ഞത്. 7ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, 7ന്റെ മൾട്ടിപ്പിൾ 1 7. അങ്ങനെ പെട്ടെന്ന് കിട്ടാത്തവർ എന്ത് ചെയ്യുക? 1 7 7 2 7 14 3 7 21 എന്ന് ഇങ്ങനെ പോകും. അപ്പൊ 5 7 35, 6 7 അവർക്ക് എത്ര കിട്ടും? നോക്ക്, അവർക്ക് കിട്ടുന്നത് എത്രയാണ്? 6 7 അവർ പറയും. എത്ര പറയും? 42 എന്ന് പറയും. 6 7 42 എന്ന് പറയുമ്പോ അവർക്ക് എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടും? 6 എന്ന് പറയുന്നത് കിട്ടും. അപ്പോ ഒന്ന് ഡിവിഷൻ എന്ന് പറഞ്ഞ അർത്ഥം ഇത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് കിട്ടുന്ന കണ്ടുപിടിക്കലാണ് ഡിവിഷൻ. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, ഇത് നോക്കൂ, 20 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്താണ്? 2ന്റെ ടേബിൾ 2 എത്രയാണ്? 20 നോക്കിയാൽ മതി. എത്ര കിട്ടുക? 2 into 10 അല്ലേ 20 വരിക. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. സിമ്പിൾ ആണ്. 2നെ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും നോക്കിയാൽ മതി. ഓക്കെ, 18 ഡിവൈഡഡ് ബൈ 3. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുക നോക്കിയാൽ മതി. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടും? 6. അപ്പൊ ഇതിന്റെ ആൻസർ 6. 21 ഡിവൈഡഡ് ബൈ 7. അപ്പൊ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? 7നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 21 കിട്ടും നോക്കിയാൽ മതി. ഈ നമ്പറിനെ, ഈ വലത് ഭാഗത്തെ നമ്പറിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഏത് കൊണ്ട് ഗുണിച്ചാൽ ഈ ഇടത് ഭാഗത്തെ കിട്ടും നോക്കിയാൽ മതി. അപ്പൊ തീർന്നു ഈ 1 ഡിജിറ്റ് വരുമ്പോഴുള്ള കാര്യം. അപ്പൊ എത്ര? 7 3 ആണ്. അപ്പൊ ആൻസർ എത്ര കിട്ടി? 3. 30 ഡിവൈഡഡ് ബൈ 5. നമുക്ക് എന്തറിയാം? 5 into 6 30 ആണ്. അപ്പൊ ആൻസർ എത്ര? 6. ഓക്കെ, 40 ഡിവൈഡഡ് ബൈ 2. 40 ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാൽ 40നെ 2 ഭാഗം ആക്കുക എന്നാണ്. അത് നിങ്ങൾ 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം പകുതിയാക്കുക എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നിക്കൽ അങ്ങനെ എഴുതാം. എത്ര എഴുതാം? 20 എഴുതാം. അങ്ങനെ എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2നെ 20 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 40 കിട്ടും. സിമ്പിൾ അല്ലേ? 2 2 ഇതാ 2 2 4. ഓക്കെ, അത് മനസ്സിലായി. 24 ഡിവൈഡഡ് ബൈ 6. അപ്പൊ എന്ത് ചെയ്താൽ മതി? 6നെ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുക? അത് അറിയണം. ഓക്കെ, 6നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും? 4. അപ്പൊ ആൻസർ എത്ര കിട്ടി? 4. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പറഞ്ഞതിൽ നിന്ന് ഇത്ര പോരെ ഞാൻ എക്സാമ്പിളിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താ? ചെറിയ നമ്പറിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ളതെല്ലാം അധികം വലുതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ റിസൾട്ട് ആണ് ഇവിടെ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. മൈൻഡായി നമുക്ക് അധികം വർക്കൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഈസി ആയി ചെയ്യാൻ പറ്റും. എന്നാൽ ഈ യൂണിറ്റിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കുറച്ച് വലിയ നമ്പർ ആവുമ്പോൾ എങ്ങനെ വരുന്നതാണ്. അതാണ് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഈ 3 എക്സാമ്പിൾ പഠിച്ചാൽ തന്നെ നമ്മൾ ഈ ചാപ്റ്റർ തറവായി. 96 ഡിവൈഡഡ് ബൈ 6 വരുമ്പോൾ നമുക്ക് 6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ ചെയ്യേണ്ടത്? 6നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 96 കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് 6ന്റെ ടേബിൾ നമുക്ക് 10 6 60 വരെ നമ്മൾക്ക് അറിയുള്ളൂ. ഓക്കെ, നല്ലോണം അറിയുന്ന കുട്ടികൾ ഉണ്ടാവും. ഓക്കെ, പൊതുവെ കുട്ടികൾക്ക് 6 10 60 വരെ ആവുള്ളൂ. അതിന് മേലെ ഉണ്ടായി കഴിഞ്ഞാൽ ആവില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേറൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് നമ്പറിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും, ചെറുതായാലും വലുതായാലും. അത് നോക്കൂ, 96 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ ചെയ്യേണ്ടത് ആദ്യം ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. എങ്ങനെയിടും? നമ്മൾ മറ്റേതില് ഒരു റെക്ടാംഗിൾ ബോക്സ് വരച്ചിട്ട് ഇതിന് താഴെ വരച്ചാൽ റെക്ടാംഗിൾ ആയി, ചതുരായി. അത് ലാസ്റ്റ് നമുക്ക് താഴെ വരക്കാം. ഇപ്പൊ എത്രത്തോളം താഴോട്ട് പോകുന്ന അറിയില്ല. അതുകൊണ്ട് ഈ മോഡലിൽ ഇടുക. ഓക്കെ, ഇത് രണ്ടും കുറച്ച് നീളത്തില്, ഇത് നീളം കുറച്ചിട്ട്. ഈ നീളം കുറച്ചിട്ട് എന്ന് പറഞ്ഞ അർത്ഥം ഇവിടുത്തെ നമ്പർ വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 96 എന്ന് എഴുതുക. ശരിക്കും മനസ്സിലാക്കണേ. 96 എന്ന് എഴുതി ഇങ്ങനെ ഒരു വര ഇട്ടു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് 6 ഇവിടെ ഉള്ളത്, ആ 6നെ ഇവിടെ എഴുതുക. ഓക്കെ, ഇത്ര പോലെ മനസ്സിലായല്ലോ? ഓക്കെ, എഴുത്. ഇപ്പൊ ഞാൻ വേറൊരു നമ്പർ പറയാം. ഇപ്പൊ 128 ഡിവൈഡഡ് ബൈ 8 ആണെങ്കിൽ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ വരച്ചിട്ടാകുമ്പോ ഇവിടെ 128 ഇട്ടു,
ഇവിടെ എത്ര കിട്ടും 8. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ. ഇനി ചെയ്യേണ്ട കാര്യം പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം, 20 അതൊക്കെ അറിയാലോ. നിങ്ങൾക്കറിയാം 6 into 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. അറിയാലോ, 6ന്റെ 10ന്റെ അറിയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വലിയ നമ്പർ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ 1, 2 എന്നല്ല എഴുതുക, 10, 20, 30 പോലുള്ള വലിയ നമ്പറാണ് ഇവിടെ എഴുതുക. മിനിമം 10 എഴുതും. അപ്പൊ എങ്ങനെയാണ് 10 എഴുതുമ്പോൾ വരുന്നു നോക്കിക്കോ. ഇവിടെ 10 എന്ന് എഴുതി, ഇവിടെ 10 എന്ന് എഴുതി. ഇവിടെയല്ല, ഇവിടെ എഴുതാൻ തെറ്റൊന്നുമില്ല. ഇവിടെ എഴുതിയിട്ടാകുമ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 10ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 10 6 60 കിട്ടും. ആ 60നെ താഴ്ത്തി എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഞാനിതാ ഇവിടത്തേക്ക് വരാം. ഇവിടെ വരുമ്പോ ഇവിടെ 128 ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര ഇടുക? 10 ഇടുക. അപ്പൊ 8 10 എത്ര? 80 എന്ന് എഴുതുക. ഓക്കെ, 10. അപ്പൊ എന്നോട് ചില കുട്ടികൾ ചോദിക്കും 20 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നോക്കാം. ഇവിടെ 20 എഴുതിയ എന്നാ സംഭവിക്കുക? 6 ഇന്ന 20 കൊണ്ട് ഗുണിക്കണല്ലോ. 6നെ 20 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 120 വരും. ഇവിടെ 96 വരെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഇവിടെ 10 എഴുതുന്നത്. അപ്പൊ ചോദിക്കും ഈ 10 എഴുതണം 8 എഴുതിക്കൂടെ 7 എഴുതിക്കൂടെ? 8ഉം 7ഉം എല്ലാം എഴുതാം. പക്ഷേ വലിയ നമ്പർ ആവുമ്പോൾ നമുക്ക് ഇവിടെ എഴുതുന്നത് നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പറുകളായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 10 എഴുതിയത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് 20 എഴുതാത്തത്. ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, 60 എഴുതി. അപ്പൊ ഈ മൾട്ടിപ്ലൈ ചെയ്ത രീതി വേണമെങ്കിൽ ഇവിടെ എഴുതാം. 10 × 6 60 എന്ന് എഴുതാം. 10ന് 6 കൊണ്ട് ഗുണിച്ചിട്ടാണ് 60 കിട്ടിയെന്ന്. ഈ 60 എങ്ങനെ കിട്ടിയെന്ന് സംശയമില്ല കുട്ടികൾക്ക്. ഞാനിവിടെ എഴുതി വെക്കുന്നു. 10 × 6 ആണ് 60 എഴുതി. എന്നിട്ട് ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. 6ന്ന് 0 പോയ എത്ര? 6. 9ന്ന് 6 കുറച്ചാല് നമുക്കറിയാം എത്ര? 3. 3 ആണ് കിട്ടുക അല്ലെ. 6 - 0 6, 9 - 6 3. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇനി ഇവിടെ 10 എഴുതി നോക്ക്. 10 × 6 എത്ര? 60. ശരിയാവോ? ഇല്ല. അപ്പൊ 10 എഴുതാൻ പറ്റില്ലല്ലോ. ഇല്ല. അതിന്റെ അർത്ഥം എന്താ? 10 എഴുതാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാം നമ്മൾക്ക് അറിയുന്ന ടേബിളാണ് ഇവിടെ വേണ്ടി വരിക. അപ്പൊ 6നെ എത്ര കൊണ്ട് ഏതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും നോക്കിയാൽ മതി. ഏതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 36 കിട്ടുക? അത് നമുക്ക് ആദ്യം പറഞ്ഞ ഈ ചെറിയ നമ്പറിൽ വരുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ നിങ്ങളിപ്പോ 40 വരെയുള്ളത് നിങ്ങൾ ചെയ്തില്ലേ? 30 40 വലുവില്ല. അപ്പൊ 36 കിട്ടാൻ എന്ത് എഴുതിയാൽ മതി? ഇവിടെ 6 എന്ന് എഴുതിയാൽ മതി. കാരണം 6നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര? 36. അപ്പൊ ഇവിടെ 36 ആയി. ഓക്കെ. അപ്പൊ ഈ 6നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 36 എഴുതി. അത് ഞാനിവിടെ എഴുതാം. 6 × 6 എത്ര? 36. ഓക്കെ. ഇനി ഈ പ്രോബ്ലത്തിലേക്കാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യിക്കാൻ താഴേക്ക് വരാം. അപ്പൊ 36. ബാക്കി ഇവിടെ എത്ര വരിക? 0. ഇവിടെ 0. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രോബ്ലം തീർന്നു എന്നാണ്. ഇവിടെ 0 എത്തിക്കഴിഞ്ഞാൽ പ്രോബ്ലം ക്ലോസ് ആയി. അപ്പൊ നോക്കുക ആൻസർ എന്താണെന്നറിയോ പ്രിയപ്പെട്ട കുട്ടികളെ? ഇവിടെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടല്ലോ. ഇത് രണ്ടും കൂടെ കൂട്ടുക. ഈ 10ഉം 6ഉം കൂട്ടുക. എത്ര കിട്ടും? അത് 16. ആഡ് ചെയ്യാം. 10ഉം 6ഉം ആഡ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 16 എന്ന് പറയുന്നത് കിട്ടും. പ്രിയപ്പെട്ട കുട്ടികളെ, അതായത് 96നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് എത്ര? 16. അതായത് ഇവിടെ വരുന്ന ആൻസർ കണ്ടോ? 96 ഡിവൈഡഡ് ബൈ 6 ആൻസർ കിട്ടും. എത്ര കിട്ടും? 16. ഇനി ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, അത് ശരി തന്നെയോ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 6നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 16നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 6 36, ബാലൻസ് 3. 6 1 6, 6ഉം 3ഉം 9. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ്. അപ്പൊ ആൻസർ എന്തായി? 16 ആയി. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കിട്ടുന്നതിനാണ് നമ്മൾ പറയാ കോഷ്യന്റ്. എന്താണ് പറയാ? കോഷ്യന്റ്. അതിന്റെ ഇംഗ്ലീഷ് ടേം ആണ് കോഷ്യന്റ്. മലയാളത്തില് ഹരണഫലം. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ടിനെയാണ് കോഷ്യന്റ് പറയാ. ഓക്കെ. അതായത് ഹരിച്ചിട്ട് കിട്ടുന്ന ആ ഫലം, ആ റിസൾട്ട് ആണ് എന്ത്? ഹരണഫലം. അപ്പൊ ഹരണഫലം എത്ര? കോഷ്യന്റ് എത്ര? 16, 16. ഓക്കെ, സിമ്പിൾ ആയല്ലോ. ഇനി ഇവിടുത്തെ കണക്കിൽ വരാം. 128 ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ 10 എഴുതി. 8 10 80 എഴുതി. അത് ഞാൻ സബ്ട്രാക്ട് ചെയ്യാണ്. 8
2 നെട്ട് പോവില്ല, അത് നിങ്ങൾക്കറിയാലോ. അപ്പൊ ഈ 1 ഇങ്ങോട്ട് എടുത്ത് 12 12 നെട്ട് പോയ എത്ര 4 ബാക്കിയൊന്നുമില്ലല്ലോ, 48 ആയി. ഈ 48 ആണ് ഇവിടെ ഉള്ളത്. 48 8 8 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഈ 8 എങ്ങനെയാ കിട്ടിയത്? ഈ 8 ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അപ്പൊ 10ഉം 8ഉം ഗുണിച്ചിട്ടാണ് നമുക്ക് എത്ര കിട്ടിയത്? 80 കിട്ടി. അപ്പൊ ഏതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും നോക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 6. 8 × 6 എത്ര? 48. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് എത്രയായി? 0 ആയി. അപ്പൊ ആൻസർ എത്ര വന്നു? ഈ 128 ഡിവൈഡ് ബൈ 8 ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എത്ര വരും? റിസൾട്ട് ഈ ഇടത് ഭാഗത്തിൽ ഇത് രണ്ടും കൂടെ കൂട്ടുക. 10 6 കൂട്ടി എത്ര? 16. 16. അപ്പൊ ഇതിന്റെ റിസൾട്ട് 16. ഈ 16 പറയുന്ന പേരാണ് കോഷ്യന്റ്. ഇത് രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് വിചാരിക്കണ്ട, ഇതാണ് ടെക്സ്റ്റിലുള്ള കണക്ക്. ഞാനിത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്ട്രാ പ്രോബ്ലം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും കോഷ്യന്റ് 16 എന്നല്ല വരിക കേട്ടോ. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. ഓരോന്നും എന്തുകൊണ്ട് എഴുതുന്നു, എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ എത്ര വരിക? 6 × 8 എത്ര? 48. ഓക്കെ, അപ്പൊ ഈ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുമ്പോ അതിൽ വരുന്ന ചെറിയ കാര്യങ്ങൾ അന്നേരം പറയാം. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കോ. രണ്ടാമത്തെ എക്സാമ്പിൾ 192 ഡിവൈഡഡ് ബൈ 8. എന്താണ് പറഞ്ഞത്? ആദ്യം ഒരു സാധനം ഇങ്ങനെ വരക്കണം. ഈ ഉള്ളിൽ എഴുതാൻ വേണ്ടിയിട്ട് വരക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ എത്ര എഴുതിയ? 190. വലിയ നമ്പർ ഇവിടെ എഴുതാ, ഈ ചെറിയ നമ്പർ എവിടെ എഴുതാ? ഈ ചെറിയ നമ്പർ കാണുന്നില്ല നിങ്ങൾക്ക്? ഈ ചെറിയ നമ്പർ എവിടെ എഴുതാ? ഇതിന്റെ മേലെ എഴുതാം. ഓക്കെ, ഇനി ആ മേലെ എഴുതുന്നത് കുറച്ച് ഇപ്പറായി പോയാലും ഒന്നും സംഭവിക്കൊന്നുമില്ല കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ല. ഈ ഒറ്റ നമ്പർ മാത്രം ഇവിടെ ആകെ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ നോക്കിക്കോളൂ നിങ്ങൾ. ഇതാ ഇവിടെ 8 ഉണ്ട്. ഇവിടെ ഇത് വലിയ നമ്പറാണ്. അപ്പൊ നമ്മൾ 10 എഴുതി നോക്കി. 10 10 എഴുതി നോക്കി. 8 10 എത്ര? 8. ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ആയിട്ട് ഇവിടെ എഴുതണം. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. 2 9 8 പോയിട്ട് 1. അപ്പൊ 8 10 നമുക്ക് എഴുതിക്കൂടെ? 10 8 എന്നോ 8 10 എന്നോ അത് നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കോ, അതിന് വലിയ മിസ്റ്റേക്ക് ഒന്നും ആക്കണ്ട. ഓക്കെ, അപ്പൊ എത്രയായി? 12 ആയി. ബാക്കി ഇവിടെ എത്ര കിട്ടും? 1 കിട്ടി. കറക്റ്റ് അല്ലേ? സബ്ട്രാക്ട് ചെയ്തപ്പോ 1 1 2. ഇനി നോക്കാം, ഇനിയും ഇവിടെ 10 എഴുതിക്കൂടെ? കാരണം എന്താ? 8 10 80 ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? വീണ്ടും ഇവിടെ 10 എഴുതാം. മനസ്സിലായില്ലേ? 10 എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? 10 20 എന്നൊക്കെ പറയുന്ന രീതി നമുക്ക് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഗുണിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഈ 10 20. അതിന് വേറെ ഒന്നും ഇല്ല കേട്ടോ അതിൽ. ഓക്കെ, അപ്പൊ 8 10 എത്ര? 80. എന്തുകൊണ്ടാണ് ഓരോന്നും എഴുതുന്നത് എന്ന് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്സ് ഈസിയാണ്. അല്ലാതെ ഇങ്ങനെ കണ്ടിട്ട് ഇതേമാതിരിയാണ് ഇങ്ങനെ പഠിക്കരുത് കുട്ടികൾ. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 8 10 80. സബ്ട്രാക്ട് ചെയ്യാം. 2 11 8 ആയാൽ 3. ഇനി നോക്ക്, ഇതിപ്പോ ചെറിയ നമ്പർ അല്ലേ? 32. അപ്പൊ 8 ആണ് ഇവിടെ എഴുതുന്നത്. 8നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും നോക്കിയാൽ മതി. അപ്പൊ അതല്ല ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എത്ര എഴുതേണ്ടത് തരാം? 4 ഇവിടെ എഴുതാം. 8 4 അല്ലേ? 32. ഈ 8 എങ്ങനെ കിട്ടിയത്? 10 × 8 80 കിട്ടി. ഇതെങ്ങനെയാ? ഈ 32 എങ്ങനെയാ കിട്ടിയത്? 4 × 8 = 32. അപ്പൊ എന്തായി? ഇത് കംപ്ലീറ്റ്. ഇത് എത്രയായി? 0 ആയി. 0 ആയില്ലേ? 0 ആയി കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ് വരിക? ഇതെല്ലാം കൂട്ടുക. ഇവിടെ ഇപ്പൊ 3 എണ്ണം വന്നു അല്ലെ? 10 10 20 20 4 24. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. എത്ര കിട്ടി? 24 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി. ഈ ഇടത് ഭാഗത്ത് കാണുന്നതല്ല കൂട്ടി കൂട്ടി എഴുതണം. എപ്പോഴാണ് ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ഇവിടെ ചെറിയ നമ്പർ വരുമ്പോഴാണ് നമ്മൾ നേരിട്ടിട്ട് എഴുതുന്നത്. വലിയ നമ്പറാണ് ഇവിടെ വരുന്നതെങ്കിൽ 10 20 പോലെ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ 3 സ്റ്റെപ്പ് വന്നുവല്ലോ. ഒന്ന്. ഇനി ഇവിടെ നോക്കൂ, ഈ പ്രോബ്ലത്തില് ഞാൻ ഇതേ 192 അവരുടെ കാണില്ലേ 192 ഞാൻ ഇങ്ങനെ എഴുതാണ്. 192 8. ഞാൻ വേറൊരു എളുപ്പ വഴിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നത് കണ്ടോ? നോക്ക്, ഇവിടെ ഒരു കുട്ടി വിചാരിക്കുന്നു ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാല് 8 × 10. കുട്ടി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ, 80 വരും. 8നെ 20 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ 160 വരും. ഈ 160നെ കാട്ടി വലുതാണല്ലോ ഇത്. അപ്പൊ ഇവിടെ 160 വന്നാലും കുഴപ്പമില്ലല്ലോ. ഇതിനെക്കാളും ചെറുതായിട്ടുള്ള ഏതും ഇവിടെ വരാം. ഓക്കെ, അപ്പൊ 160 ആയാലും വലിയ കുഴപ്പമില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? ഇവിടെ 8നെ 20 കൊണ്ട് ഗുണിച്ചാൽ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള വലിയ വിഷമമൊന്നുമില്ല. 8 × 16 ആണെന്ന് നിങ്ങൾക്കറിയാം.
8 2 16 അറിയില്ലേ? അതിന്റെ കൂടെ ഒരു 0 ചേർക്കുന്നതല്ലേ ഉള്ളൂ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 8 ഇവിടെ വരുമ്പോ ആ കുട്ടി എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ 20 എന്ന് എഴുതുന്നു. കാരണം എന്താ കുട്ടി എഴുതുന്നത്? കാരണം കുട്ടിക്ക് അറിയാം 8 10 എഴുതണം. 10 ഇവിടെ എഴുതേണ്ടത്. 8 10 എത്ര? 80 ആണ്. 80 ആണ്. 20 ഇട്ട് നോക്കുമ്പോ 160 വരുന്നു. അപ്പൊ പിന്നെ പ്രശ്നമില്ലാതെ കുട്ടിക്ക് അറിയാം. അതുകൊണ്ട് കുട്ടിയുടെ 20 എഴുതി. ഈ 8നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ, 8നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടും? 160 കിട്ടും. കിട്ടുമല്ലോ. ആ 160 എവിടെ എഴുതി? ഇവിടെ എഴുതി. ഐഡിയ മനസ്സിലായില്ലേ? കുട്ടി സ്വയം ചെയ്യുന്നതാണത്. ഓക്കെ. ഇനി അങ്ങനെ ആവാത്തവർക്ക് ഈ രീതി എടുക്കാം. ഓക്കെ. അപ്പൊ 160 എഴുതി. ഇനി എന്ത് ചെയ്തു? കുറച്ചു. 2 9 6 3. കറക്റ്റ് അല്ലേ? കറക്റ്റ്. അപ്പൊ ഇനി എന്താണ് കുട്ടി അറിയേണ്ടത്? 32 എവിടെ ഉള്ളത്? 8നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും. കുട്ടി 8ന്റെ ടേബിൾ അങ്ങ് ചൊല്ലും. 1 8 8 2 8 16 3 8 24 4 8 32. 1 8 8 2 8 16 3 8 24 4 8 32. കറക്റ്റ്. 32 എത്തിയില്ലേ? അതിന് ഈ 10 എഴുതേണ്ട ആവശ്യമില്ല. ചെറിയ നമ്പറാണ് ഇവിടെ വരുന്നതെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. 2 നമ്പർ വരുന്നതാണെങ്കിൽ നമുക്ക് മിക്കവാറും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ മൾട്ടിപ്ലിക്കേഷൻ നോക്കാൻ പറ്റും. ഓക്കെ. 2 നമ്പർ എല്ലാ നമ്പറും അല്ല. കാരണം ഇവിടെ 96 വന്നപ്പോൾ നമ്മൾ 10 കൊണ്ട് ചെയ്യില്ലേ? ഓക്കെ. അപ്പൊ അതിനെ നമുക്ക് ഇതേമാതിരി എഴുതിയിട്ട് 32 വന്നു. അപ്പൊ എത്ര? 8 ഉണ്ടാകുമ്പോൾ ഇവിടെ 4 എഴുതേണ്ടത്. അപ്പൊ എത്ര? 8 4 32. അപ്പൊ കുറച്ചു 0 0 കിട്ടി. ഇതാ 4 8 നമുക്ക് എത്ര കിട്ടി? 32 കിട്ടി. ഓക്കെ. അല്ലെങ്കിൽ 8 4 32. ഓക്കെ. ഇനി ആൻസർ 0 ആയി കഴിഞ്ഞാൽ പിന്നെ ആൻസർ ആയി. എന്ത് ചെയ്താൽ മതി? ഈ ഇടത് ഭാഗത്ത് 2 കിട്ടിയത് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതേ 24 നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇതും അതും തമ്മിൽ വ്യത്യാസം എന്താ? ഇവിടെ 1 2 3 കോളം ഇവിടെ ഉണ്ട് അല്ലെ? ഇതാ നോക്കൂ, ഇവിടെ 1 2 കോളത്തിൽ അവിടെ കുട്ടിക്ക് ആൻസർ എഴുതാൻ പറ്റി. അതെന്തുകൊണ്ടാണ് കുട്ടിക്ക് ആൻസർ എഴുതാൻ പറ്റിയത്? കുട്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ്. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് ആലോചിച്ച് സ്വന്തം കണ്ടുപിടിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ചിലപ്പോൾ സ്റ്റെപ്പ് ചുരുക്കാൻ പറ്റും. ഐഡിയ മനസ്സിലായല്ലോ? വെരി ഗുഡ്. ഐഡിയ മനസ്സിലായില്ലേ? ഇതിനെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കണേ. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്ന് നോക്കി പഠിക്കണം. ഞാൻ ഓരോന്നിന്റെയും കാരണം അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സിമ്പിൾ. ഓക്കെ. ഇനി ഈ ഒരു പ്രോബ്ലം ഇവിടെ അതിലുണ്ട്. 3000 ഡിവൈഡഡ് ബൈ 12. അപ്പൊ ഇത് ഞാൻ വായിക്കുന്നത് 3000 ഡിവൈഡഡ് ബൈ 12. അപ്പൊ ഡിവൈഡഡ് ബൈ 12 എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. 3000 ഹരിക്കണം 12. അപ്പൊ 12 വലിയ 2 നമ്പർ ഉണ്ട് അല്ലെ? ഇതിന്റെ ഉത്തരം 16 എന്ന് കിട്ടിയേ. ഓക്കെ. ഉത്തരം മാത്രം എഴുതി വെക്കുന്നു കേട്ടോ. 3000 ഹരിക്കണം 12. നോക്കിക്കോ. 3000 ഇങ്ങനെ വരച്ചു. ഇവിടെ എത്ര എഴുതി? 12 എഴുതി. 12 എഴുതി. അപ്പൊ നോക്കിയേ, ഇത് വലിയ നമ്പറാണ് അല്ലെ? വലിയ നമ്പറാണ്. അപ്പൊ ആ കുട്ടി 10ന്റെ ചെല്ലി നോക്കിയാൽ കുട്ടി 10നെ കുട്ടിക്ക് അറിയാം. 12നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ കുട്ടിക്ക് എത്ര അറിയാം? 120 എന്നറിയാം. ഇവിടെ 10 20 എന്നല്ലേ ഇവിടെ എഴുതാം. ഇതുവരെ പറഞ്ഞത് അങ്ങനല്ലേ? 10 20 അങ്ങനെ നമ്പർ എഴുതാനാ പറഞ്ഞത്. അപ്പൊ 12 × 10 എഴുതിയ കുട്ടിക്ക് അറിയാം 120. പക്ഷെ ഇവിടെ വലിയതുണ്ട്. അപ്പൊ കുട്ടി ആലോചിക്കുകയാണ് 12നെ 100 എന്ന് എഴുതിയ എന്ത് എത്ര കിട്ടുക? 1200 അല്ലേ കിട്ടുക? 1200 വലുതല്ലേ ഇത്? അപ്പോ കുട്ടി 10 എഴുതുമ്പോ കുട്ടി ഒരുപാട് സ്റ്റെപ്പ് എഴുതണം. 10 എഴുതുമ്പോ അപ്പൊ കുട്ടി ആലോചിക്കുകയാണ് വലിയ നമ്പർ ആയതുകൊണ്ട് കുട്ടി 100 ഇട്ട് ചെക്ക് ചെയ്യാണ് മനസ്സിൽ തന്നെ കുട്ടിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത്. അപ്പൊ കുട്ടി എത്ര എഴുതി? 100 എന്ന് ഇവിടെ എഴുതി. ഓക്കെ. 100 എന്ന് എഴുതി. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കിട്ടും? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 1200 കിട്ടൂലേ? 1200 കിട്ടിയില്ലേ? 1000 ചെറുതല്ലേ? ചെറുത്. കുട്ടി എന്ത് ചെയ്തു? കുറച്ചു. 0 0 0 ഒന്ന് 2 പോകില്ല എന്നറിയാം. അപ്പൊ ഇത് 10 ആവും. അപ്പൊ ഇവിടെ 2 വരും. അറിയാലോ? 10 2 പോയാൽ 8 വരും. 2 1 പോയാൽ 1 കിട്ടി. ഓക്കെ. പിന്നെ കുട്ടി ആലോചിക്കുകയാണ് ഇവിടെ ഇനി എത്ര എഴുതുന്നാണ് കുട്ടി ആലോചിക്കുന്നത്. അപ്പൊ കുട്ടിക്കറിയാം ഇവിടെ 1200 അല്ലേ വരുന്നുള്ളൂ. അപ്പൊ കുട്ടി വീണ്ടും എഴുതുകയാണ്. ഇവിടെ 1800 ഇല്ലേ? ഓക്കെ. 1800 ഇവിടെ ഉണ്ട്. ഇവിടെ എത്രയുള്ളൂ? ജസ്റ്റ് 1200 ഉള്ളൂ. അപ്പൊ 200 ഇതാണ് ചെറുത്. അപ്പൊ കുട്ടി വീണ്ടും ഇവിടെ 100 എന്ന് എഴുതുകയാണ്. അപ്പൊ 12നെ 100. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1 2 0 0. അപ്പൊ കുട്ടി വീണ്ടും കുറക്കുകയാണ്. 0 0 8 2 6 1 1 0 നോ. അപ്പൊ ഇനി കുട്ടി ആലോചിക്കുകയാണ് ഇതാ ഇനി 100 എഴുതിക്കൂടാ?
ഇനി 100 എഴുതിയാൽ എന്താ സംഭവിക്കുക? 1200 ഇവിടെ വരും. ഇത് 600 600 ഉള്ളൂ. അപ്പൊ ഇത് ഇനി നടക്കൂല. അപ്പൊ എന്ത് ചെയ്യുന്നു കുട്ടി? വേറെ നമ്പറിലേക്ക് ആലോചിക്കുന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? 10ലേക്ക് 100 ആവില്ലെങ്കിൽ കുട്ടി 10ലേക്ക് വരും. അപ്പൊ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നു, നോക്ക് 12 into 10 എഴുതണം. അപ്പൊ 120. ഇവിടെ 600 വരെയുണ്ട് അല്ലെ? 600 വരെയില്ലേ? അപ്പൊ കുട്ടിക്ക് എന്ത് എഴുതാം? ഒന്നിക്കൽ എന്ത് എഴുതാം? ഇവിടെ 10 എഴുതാം. 10 എഴുതിട്ടാകുമ്പോ 12 into 10 നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ കുട്ടി മനസ്സിൽ ആലോചിക്കുന്നത് 12 into 10 120 ആണ്. 12 into 20 ആയാലോ 12 2 എത്ര കിട്ടും? 24. 240 കിട്ടും അല്ലേ? അപ്പൊ 240 ആയാലും കുഴപ്പമില്ലല്ലോ. അത് ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താ? ഈ 10 എഴുതുന്നതിന് പകരം കുട്ടി 2 എഴുതുന്നു. 10 എഴുതാട്ടോ. 10 എഴുതിയിട്ട് ഒരുപാട് സ്റ്റെപ്പ് വരുന്നു മാത്രമേ ഉള്ളൂ. ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ 20 കുട്ടി എഴുതുന്നു. അപ്പൊ 12നെ 20 ഗുണിച്ചാത്ര 240. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു? ഇത് സബ്ട്രാക്ട് ചെയ്യുന്നു. 0 ഒന്ന് 4 പോകില്ലല്ലോ. അപ്പൊ ഇത് 10 ആവും. അപ്പൊ ഇവിടെ 5 ആവും. 10 4 പോയാല് 6 വരും. 5 2 പോയാൽ 3 വരും. അപ്പൊ ഇനിയും കുട്ടി എഴുതി എത്ര? 360 ഇവിടെ ഉണ്ട്. ഇവിടെ 20 എഴുതിയാൽ എത്രയേ വരുള്ളൂ? ഇവിടെ 20 എഴുതിയാൽ 12 20 കൊണ്ട് വിളിച്ചാൽ 240 വരുള്ളൂ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്നു? വീണ്ടും ഇത് കുറക്കുന്നു. 120 കാണും നിങ്ങൾ? കാണും. 120 ഇവിടെ 120 വരുന്നു. നോക്ക്, നമ്മൾ സ്റ്റെപ്പിങ്ങിനെ നീണ്ടു പോയത് നോക്ക്. 120 വരുന്നു. ആ 120 വരുമ്പോ കുട്ടി നോക്ക്, ഇവിടെ 12 ആയില്ലേ? 12നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 120 കിട്ടുക? അപ്പൊ കുട്ടിക്കറിയാം 10 കൊണ്ട് 12 into 10 നമുക്ക് എത്ര കിട്ടി? 120 കിട്ടി. അപ്പൊ എന്തായി മാറി? 0 ആയിട്ട് ഇതെല്ലാം മാറി. അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? കുട്ടിയുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ ഇവിടെ എഴുതുന്നത് ഇവിടെ എഴുതാം. ഇവിടെ എന്താ എഴുതാം? 12 into 20 240 എഴുതാം. ഇവിടെ 12 into 20 240 എഴുതാം. ഇവിടെ 12 into 10. അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. എന്തിനാ എഴുതി വെക്കുന്നത് വെച്ചാല് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യിച്ചാൽ ഇത് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന കുട്ടിക്ക് ഇത് ഇവിടെ എഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഐഡിയ മനസ്സിലായില്ലേ? ഇപ്പൊ 12 into 100 ആണ് ഇവിടെ വരല്. അത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, 1200 എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെയും 12 into 100. ഇത് എങ്ങനെ വരുന്നത് അറിയാനാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1200. ഇനി എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുന്നു. നോക്ക്, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയേ എത്ര കിട്ടും നോക്കിയേ. 100 100 200 20 20 40 40 10 50. അപ്പൊ 200 50 കൂട്ടി നമുക്ക് എത്ര കിട്ടും? 250 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ ഇത്ര സ്റ്റെപ്പ് എഴുതിയിട്ടാണ് ഇവിടെ ഇപ്പൊ കിട്ടിയത്. അപ്പോൾ ഒരു മിടുക്കനായിട്ടുള്ള ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി ആലോചിക്കുകയാണ്, ഇതിൽ എന്തെങ്കിലും കുറച്ചും കൂടെ എളുപ്പത്തിൽ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് സാധാരണ എഴുതുന്ന മാതിരി എഴുതി 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 പോവാം. ഇനി ഇവിടെ 20ന് പകരം 10 ആണ് കൊടുത്തെന്ന് വെച്ചോ, വീണ്ടും 2 സ്റ്റെപ്പും കൂടെ വരും താഴോട്ടി. അത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായില്ലേ? ചെയ്യാൻ പ്രയാസമുള്ളവര് നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കുട്ടി വിചാരിക്കുന്നു ഇത്രയും വലുതാക്കിയിട്ട് എഴുതാതെ ഇത് നമുക്ക് എങ്ങനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുട്ടികൾ മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മോശം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ശ്രമിച്ചിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടി ശ്രമിച്ച് പറയുന്നത്. ഓക്കെ, 12 നോക്ക്. അപ്പൊ കുട്ടി എത്രയാണ് ഇത്? 10 എന്ന് കുട്ടി എഴുതൂല. കാരണം 10 എഴുതാൻ 120 വരുള്ളൂ. അപ്പൊ കുട്ടി 100ലാണ് എഴുതാൻ നോക്കുക. ഓക്കെ, 100 എഴുതുമ്പോ എത്ര വരിക കുട്ടിക്ക്? നോക്ക്, 100 വരുമ്പോ വരുന്നത് എത്രയാണ്? 12 into 100. അപ്പൊ എത്ര കിട്ടും? 1200 ആണ് കിട്ടുക. അപ്പൊ കുട്ടി ആലോചിക്കുന്നത് 12നെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ എത്ര കിട്ടും? 2400 എന്ന് കിട്ടും. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? ഈന് പകരം 100ന് ഇവിടെ നമ്മൾ 100 എഴുതിയതിന് പകരം 200 എന്ന് എഴുതുന്നത്. അപ്പൊ 12നെ 2 അപ്പൊ എത്ര? 0 0 12 into 2 24. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? നിങ്ങൾ സാധാരണ മാതിരി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 0 0 ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്താൽ മക്കളെ ഈ നമ്പറിനെ ഈ ചെറിയ ഈ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 0 ചേർത്താൽ മതി. ഓക്കെ, ശരി. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? കുട്ടി എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. 0 0 ഈ 4 10 പോകില്ല. അപ്പൊ ഇത് 10 ആയാൽ ഇത് 2 ആവും.
4 പോയാൽ 6, 2 2 പോയാൽ 0. ഇത്രേ വരുന്നുള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്നു കുട്ടി? ഇനി ഇവിടെ 100 എന്ന് എഴുതിക്കൂടാ. കാരണം എന്താ? 12നെ 100 കൊണ്ട് വിളിച്ചാത്ര 1200 ഇവിടെ 600 ഉള്ളൂ. അപ്പൊ ആ 100 പറ്റില്ല. അപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? കുട്ടി 10ലേക്കാണ് പോകുന്നത്. നോക്കിക്കോളൂ, കുട്ടി 10ലേക്ക് 10ലേക്ക് പോകുമ്പോ 12 into 10 കുട്ടിക്കറിയാം 120. 12 into 2 20 കുട്ടിക്കറിയാം 240. 12 into 30 കുട്ടിക്കറിയാം 360. കുട്ടിക്കറിയാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24. 12 3 എത്ര? 36. ഇനി 12 4 കുട്ടിക്കറിയാം 48. 12നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 600 കിട്ടും. ഓക്കെ, കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഡയറക്റ്റ് 50 തന്നെ ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലത്തിന് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ ഈ 20-നെങ്കിലും എടുത്തിട്ട് ചെയ്യാം. ഈ 50-നെ എടുത്ത് ചെയ്യുന്ന കുട്ടിക്ക് ഒറ്റ സ്റ്റെപ്പിലെ ആദ്യം അത് പറയാം. 50-നെ എടുത്ത് ചെയ്യുന്ന കുട്ടി ഉണ്ട് വിചാരിച്ചോ. അപ്പൊ എത്ര കിട്ടും? 12നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര കിട്ടി? 600 കിട്ടി. അപ്പൊ ഇവിടെ 0 ആയി കഴിഞ്ഞു. 250 കൂടെ കൂട്ടിയാൽ എത്ര? 250. കറക്റ്റ് അല്ലേ? ഈ 50-ന്റെ എടുത്ത കുട്ടി അത് കഴിഞ്ഞു. ചില കുട്ടികൾക്ക് 50 എടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഏതെടുക്കാൻ പറ്റുന്നുണ്ട്? 100 എടുക്കാൻ എല്ലാവർക്കും പറ്റും, 10 എടുക്കാൻ എല്ലാവർക്കും പറ്റും. 20 എടുത്തൂടെ? 20 എടുക്കാലോ. 20 എടുത്താല് 20-ന് പ്രശ്നമില്ല. കാരണം 2 ഇരട്ടി കണ്ടുപിടിച്ചാൽ മതിയില്ലേ. അപ്പൊ ഇവിടെ എത്ര എഴുതിയാൽ മതി? 20 ഇവിടെ എഴുതിയാൽ മതി. 20 എഴുതുമ്പോ 12 20 എത്ര? 12 20 240. കുറക്കുക. ഇങ്ങനെ 10 4 6 കുറക്കുമല്ലോ. അപ്പൊ 360 കിട്ടും. പിന്നെ എന്ത് ചെയ്യാ? ഒരു 20 കൂടെ എടുക്കുക. അപ്പൊ എത്ര കിട്ടും? അതേ 240 കിട്ടും. അപ്പൊ വീണ്ടും കുറക്കുക. 120 വരും. 120 വരുമ്പോ 12 ഇവിടെ ഇല്ലേ? അപ്പൊ ഇവിടെ എത്ര എഴുതിയാൽ മതി? 10 എഴുതിയാൽ മതി. അപ്പൊ 10 12നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. 120 കിട്ടും. അപ്പൊ 0 ആയില്ലേ? അപ്പൊ എന്തെല്ലാം കൂട്ടിയാൽ മതി? 200 20 20 10. ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും കിട്ടും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ 100നെ കാട്ടി വലുതുണ്ടെങ്കിൽ 200 വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം. 200 2 ഡബിൾ എടുത്താൽ മതി. 10-ന് പകരം 20 എടുക്കാം നിങ്ങൾക്ക്. 30 40 എടുക്കുമ്പോൾ മാത്രമേ കുറച്ച് പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നോക്ക്, മനസ്സിൽ തന്നെ കൂട്ടാൻ പറ്റൂലേ? കൂട്ടാൻ എങ്ങനെ പറ്റും? നോക്ക്, ഇതാ 20 20 40 40 10 50 50 200 250. ഇംഗ്ലീഷിലാണ് പറഞ്ഞെങ്കിൽ 20 + 20 40 എന്നറിയാം. 40 + 10 50. 200 + 50 എത്ര കിട്ടും? 250 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതല്ലേ ഇവിടെ സിമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ വലിയ നമ്പർ ആണെങ്കിൽ 10-ൽ തുടങ്ങുന്നതിന് പകരം 100-ൽ തുടങ്ങുക. 100-ന് മേലെ 200 ആവുന്നുണ്ട് എന്ന് മനസ്സിൽ പറയാൻ പറ്റുമെങ്കിൽ 200 ഇട്ടിട്ട് സ്റ്റെപ്പ് കുറക്കുക. സ്റ്റെപ്പ് കുറക്കാൻ വേണ്ടി മാത്രമാണ് വലിയ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? വെരി ഗുഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. റെക്ടാങ്കിൾ ആക്കിയിട്ട് എഴുതുന്നു. ചെറിയ നമ്പർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാൻ പറ്റുന്നു. വലിയ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റെക്ടാങ്കിൾ ഷേപ്പ് വരച്ചിട്ട്, ചതുരത്തിന്റെ രീതിയിൽ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ഇവിടെ വലിയ നമ്പർ എഴുതുന്നു, ഇവിടെ ചെറിയ നമ്പർ. ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന നമ്പറും ഇവിടെ വരുന്നത് എന്താ വരിക? വലിയ നമ്പറാണ് ഇവിടെ വരുന്നത് 10 100 ഇങ്ങനെ 10 20 30 എന്നുള്ള നമ്പറും വരാം. 100 200 പോലുള്ള നമ്പറും ഇവിടെ വരാം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? വെരി